Hi friends, നമ്മൾ കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് വെച്ച ശീതകാല പച്ചക്കറികളൊക്കെ ഏകദേശം ഒതുങ്ങിയിട്ടുണ്ടാവും. അതിന്റെ വിളവൊക്കെ എടുത്ത് നിങ്ങളുടെ ഗ്രോ ബാഗും മണ്ണിലെ തടങ്ങളൊക്കെ ഇപ്പം ഏകദേശം ഫ്രീ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നമ്മുടെ അവിടെ മഴ മറക്കാത്ത ഇതുപോലെ കുറച്ച് ക്യാബേജ് ഒക്കെ വെച്ചതെല്ലാം ഹാർവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. തരക്കേടില്ലാത്ത വിളവൊക്കെ കിട്ടി. അപ്പോൾ ആ ഗ്രോ ബാഗിനകത്തുള്ള മണ്ണൊക്കെ ഇപ്പോൾ കൊഴിച്ചിട്ട് ഉണങ്ങാനായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നെക്സ്റ്റ് ക്രോപ്പിന് വേണ്ടിയിട്ട് റെഡിയാക്കുന്ന എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഏകദേശമുള്ള എല്ലാ പച്ചക്കറികളും ചെയ്യാൻ പറ്റുന്ന അവസരമാണ് ഈ വരുന്ന വേനൽക്കാലം. ജലസേചനത്തിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ ഏകദേശം എല്ലാ പച്ചക്കറികളും നമുക്ക് ഈ സമയത്ത് ചെയ്യാം. അപ്പോൾ വരുന്ന വേനൽക്കാലത്ത് ഏറ്റവും എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ചീര കൃഷി. അതായത് തുടക്കക്കാർക്ക് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ചീര. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹാർവെസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ പെട്ടെന്ന് തന്നെ വളരുന്ന ലോ മെയിൻ്റനൻസ് ചെടി എന്ന് പറയാം ഈ ചീര എന്ന് പറയുന്നത്. നമുക്കൊക്കെ അറിയാം ഒരുപാട് ടൈപ്പ് ചീരയുണ്ട്. അതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ചുവന്ന ചീരയും പച്ചച്ചീരയാണ്. അതല്ലാതെ എൻ്റെ അടുത്ത് ഇപ്പോൾ സുന്ദരി ചീരയുണ്ട്, പിന്നെ പട്ടുചീര, പിന്നെ മധുരച്ചീര, ഈവൻ നമ്മുടെ പൊന്നാങ്കണ്ണി ചീര, അങ്ങനെയുള്ള ഒരുപാട് ചീര വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ മഴമറക്കുള്ളിൽ നെക്സ്റ്റ് കൃഷി ചെയ്യാൻ പോകുന്നത് ചീരയാണ്. കുറച്ച് ഗ്രോ ബാഗിൽ നമുക്ക് ചീര കൃഷി ചെയ്യണം. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു കൃഷിയാണ് ചീര കൃഷി എന്ന് പറഞ്ഞിട്ടും ഇങ്ങനൊരു ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് നിങ്ങൾക്ക് പലർക്കും തോന്നിയിട്ടുണ്ടാവും. വെറുതെ വിത്ത് വാങ്ങിച്ച് വിത്തിച്ചിട്ടിട്ട് അതിൽ നിന്ന് തൈകൾ ഇളക്കി അടിയോ അല്ലെങ്കിൽ ഈ തടത്തിൽ തന്നെ നിന്ന് വളരുന്ന ഒരു ചെടിയാണ് ചീര എന്ന് അറിയാം. പക്ഷേ ചില സമയങ്ങളിൽ ഇതിനിടയ്ക്ക് നമുക്ക് പണി കിട്ടാം. അതിലൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, കഴിഞ്ഞ ആഴ്ച ഞാൻ കുറച്ച് ചീരയുടെ വിത്ത് വാങ്ങിച്ച് വിതച്ച് വെച്ചാണ്. ഇതിൻ്റെ ജെർമിനേഷൻ കണ്ടില്ലേ, അവിടെ ഇവിടെ 1-2 എണ്ണമൊക്കെ മുളച്ച് വയ്ക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതോ 1-2 സ്ഥലത്ത് പണി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തു, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതിനും കൂടെ വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ എങ്ങനെ നമുക്ക് പ്രോപ്പറായിട്ട് ചീരയുടെ വിത്ത് വിതച്ച് ഒരു നല്ലൊരു രീതിയിൽ ചീരകൃഷി ചെയ്യാമെന്നുള്ള കാര്യം കൂടെ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ സന്തോഷ്. ഇത് ഫ്രഷ് ലീവ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാൻ എൻ്റെ റൂഫ് ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിംഗ്, പിന്നെ കുറേ ഓർഗാനിക് ഫാമിങ്ങും അതിന് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങളോട് വിവരിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ഈ ചാനലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൊണ്ട് ഓൺ ചെയ്ത് വെച്ചേക്കൂ. ഞാൻ ഇതുപോലെ പുതിയ വീഡിയോ ഇടുമ്പോഴേക്കും ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെൽ ഐക്കൺ ഓൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ചീരയുടെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒന്നും ഞാൻ പറയുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസും വിറ്റമിൻസൊക്കെ ഉള്ളൊരു ഇലക്കറിയാണ് ചീര. അതിനെ പറ്റിയൊന്നും ഡീറ്റെയിലായിട്ട് പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. നമുക്ക് ഡയറക്റ്റ്ലി ഇതിൻ്റെ വിത്ത് മുളപ്പിക്കുന്ന രീതിയിലേക്ക് പോകാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ കഴിഞ്ഞ ആഴ്ച കുറച്ച് വിത്ത് വാങ്ങിച്ചതുപോലെ പ്രോട്രയിൽ മുളയ്ക്കാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. സാധാരണ മറ്റ് പച്ചക്കറിയുടെ വിത്തുകൾ മുളപ്പിക്കുന്ന പോലെ തന്നെ ചെയ്താണ്. ഇതേ രീതിയിൽ എനിക്ക് സക്സസ്ഫുൾ ആയതുമാണ്. പക്ഷേ ഈ പ്രാവശ്യത്തെ ബാച്ച് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ സീഡ്സ് തന്നെ ഞാൻ വാങ്ങിച്ച് കുറച്ച് ഗ്രോ ബാഗിലും വിതച്ചിട്ടുണ്ടായിരുന്നു. അതിലും സെയിം എഫക്റ്റാണ്. അപ്പോൾ ഞാൻ സംശയിക്കുന്നത് ഒന്ന് നമ്മുടെ വിത്തിൻ്റെ ക്വാളിറ്റിയാണ്. പ്രധാനമായിട്ടും നമ്മുടെ ചീരയിൽ നിന്ന് വിത്തെടുത്തിട്ട് അധികം വൈകാതെ തന്നെ നമുക്ക് അതിനെ പാകി മുളപ്പിക്കാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. പക്ഷേ ആ വിത്തെടുക്കുന്ന മാതൃചീര എന്ന് പറയുമ്പോഴേക്കും അത്യാവശ്യം നല്ല മൂത്പത്തിയ, അതായത് നല്ല മുതിർന്ന ചീര തന്നെ ആയിരിക്കണം. നമുക്കറിയാലോ ചീരയൊക്കെ കുറച്ച് വലുതായിട്ടുള്ള സമയത്ത് തന്നെ അതിൻ്റെ ഫ്ലവറൊക്കെ വന്ന് വിത്തൊക്കെ ഉണ്ടായി തുടങ്ങും. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ പഴയ ആൾക്കാർ ചീരയുടെ വിത്ത് എടുക്കുമ്പോഴേക്കും അതിൻ്റെ മാതൃസസ്യം എന്ന് പറഞ്ഞാൽ ഏകദേശം നമ്മുടെ അത്ര പൊക്കം ഉണ്ടാവും. അങ്ങനെയുള്ള ചീര എന്നുള്ള വിത്താണ് അവർ കളക്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത്രയും മുതിർന്ന ചീരയിൽ നിന്ന് എടുക്കുന്ന വിത്തുകൾ നമ്മൾ മുളപ്പിച്ചിട്ട് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാകും. അത് നല്ല രീതിയിലുള്ള വിളവ് തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഞാൻ ഒരിക്കൽ കേട്ടതാണ്, ഈ ഇളം ചീരയിൽ നിന്നുണ്ടാകുന്ന വിത്തുകൾ നട്ടു കഴിഞ്ഞാൽ അടുത്ത് വരുന്ന ജനറേഷൻ വളരെ പെട്ടെന്ന് തന്നെ ഫ്ലവറിങ്ങിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്ന്. എത്രത്തോളം കറക്റ്റാണെന്നറിയില്ല. പക്ഷേ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ആരെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റ് ഇട്ട് അറിയിക്കുക. ഇങ്ങനൊരു കാര്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ വിത്ത് കളക്ട് ചെയ്യുന്ന സോഴ്സ് എപ്പോഴും ശ്രദ്ധിക്കണം. എൻ്റെ അടുത്ത് ഈ ഇടയ്ക്ക് ഒരാൾ വിളിച്ച് ചോദിച്ചായിരുന്നു ചീരയുടെ വിത്ത് എവിടെയെങ്കിലും കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ച് അയച്ചു തരാൻ പറ്റുമെന്ന്. ഞാൻ നോക്കുമ്പോൾ നമ്മുടെ നഴ്സറികളിലോ അല്ലെങ്കിൽ സാധാരണ കാണുന്ന ഈ വളംകട അല്ലെങ്കിൽ വിത്തുകൾ വിൽക്കുന്ന ഷോപ്പിൽ ഒരിക്കലും സ്റ്റോക്ക് ഔട്ട് ആവാത്ത സാധനമാണ് ചീര. അവരെപ്പോഴും സ്റ്റോക്ക് ചെയ്യും. നല്ല ഡിമാൻഡുണ്ട്, നല്ല മൂവിങ്ങും ആണെങ്കിലും മിക്കപ്പോഴും സ്ഥിരമായിട്ട് എടുത്ത് വെക്കുന്നൊരു വിത്ത് തന്നെയാണ് ചീരയുടെ വിത്ത്. മിക്കവാറും ഞാൻ എല്ലാ നഴ്സറിയിലും ചീരയുടെ വിത്ത് ഔട്ട് ഓഫ് സ്റ്റോക്കായിട്ട് കണ്ടിട്ടില്ല. എന്നാലും ചില ആൾക്കാർക്ക് ചീരയുടെ വിത്ത് കിട്ടാൻ വഴിയില്ലാത്ത അവസരങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും മെയിനായിട്ട് നമുക്ക് അടുത്തുള്ള ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്നോ അല്ലെങ്കിൽ VFPCKയുടെ സ്റ്റോറുകൾ, പിന്നെ അതുപോലെ ഗവൺമെൻറ്റിൻ്റെ കുറേ സ്കീമുകളൊക്കെ വരാറുണ്ട്. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്നൊക്കെ പറയുന്ന പോലത്തെ സ്കീമുകളൊക്കെ വരാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഏത് സ്കീമിനായാലും വിത്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിനകത്ത് ചീരയുടെ വിത്ത് ഉറപ്പായിട്ടും ഉണ്ടാവും. അത്രത്തോളം എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു പച്ചക്കറി ക്രോപ്പ് ആയതുകൊണ്ട് തന്നെയാണ് ചീരയ്ക്ക് ഇത്രയും പോപ്പുലറായിട്ടും ഇത്രത്തോളം വൈഡ്ലി അവൈലബിൾ ആയിട്ട് നമുക്ക് ഇതിൻ്റെ വിത്തുകളൊക്കെ കിട്ടുന്നത്. ഇനിയിപ്പോൾ ചീരയുടെ വിത്ത് കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ ഹാർവസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ചെടി അങ്ങ് വിട്ടിരുന്നാൽ മതി. അത് നന്നായിട്ട് വളർന്ന് വലുതിന് ശേഷം ഒരു 2-3 മാസമൊക്കെ ആകുമ്പോഴേക്കും അതിൽ നമുക്ക് നന്നായിട്ട് തന്നെ വിത്ത് കളക്ട് ചെയ്ത് വയ്ക്കാൻ പറ്റും. ഒരു 1-2 അല്ലെങ്കിൽ മാക്സിമം ഒരു മാസമൊക്കെ സൂക്ഷിച്ച് വെച്ചതിന് ശേഷം നമുക്കതിനെ സാധാരണ പോലെ വിതച്ച് അടുത്ത ക്രോപ്പ് ഉണ്ടാക്കി എടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു വന്നത് നമ്മൾ കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ച ചീരയുടെ വിത്ത് അത്ര ക്വാളിറ്റി ഉള്ളതായിരുന്നില്ല എന്നൊരു അനുമാനമുണ്ട്. കാരണം നമ്മൾ പ്രോട്രയിൽ ഇട്ടു, ഗ്രോ ബാഗിലിട്ടു, 2 രീതിയിലും ഫ്ലോപ്പ് ആയതാണ്. പിന്നെ ഒരു കാര്യം സംശയമൊക്കെയുള്ളത്, നമ്മൾ ചെറിയ പ്രോട്രയിൽ ഇടുമ്പോഴേക്കും അതിൻ്റെ ഈർപ്പം പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകാറുണ്ട്. നമ്മൾ ചീരയുടെ വിത്തിൻ്റെ മേളിലാണല്ലോ ഇടുന്നത് സർഫസിൽ.
അതുപോലെ ചെറിയ പ്രോട്രയിൽ എന്ന് പറയുമ്പോഴേക്കും വളരെ കുറച്ച് എമൗണ്ട് മണ്ണ് അല്ലെങ്കിൽ ചകിരിച്ചോറിൽ അതിനകത്ത് ഹോൾഡ് ചെയ്യുന്നുള്ളൂ. നമ്മുടെ ഇപ്പോഴത്തെ നല്ല വേനലിൽ ഏകദേശം ഒരു 6-7 മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് ഡ്രൈ ആയിപ്പോവും. ഈ ചീരയുടെ വിത്ത് മേളിൽ കയറുന്ന ഉണങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ അതും ഒരു റീസൺ ആയിരിക്കും ഇത്രയും കുറഞ്ഞ ജെർമിനേഷൻ റേറ്റ് ഉണ്ടായത്. അങ്ങനെ വരുമ്പോഴേക്കും നമുക്ക് ട്രേയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ വലിയ ചെടിച്ചട്ടിയിലോ അത്യാവശ്യം കുറച്ചധികം മണ്ണ് കൊള്ളുന്ന ഒരു കണ്ടെയ്നറിനകത്ത് ഇത് പാകി മുളപ്പിച്ചാൽ മതി. നമ്മുടെ മാർക്കറ്റിൽ വരുന്ന ചീരകളൊക്കെ ഇതുപോലെ ഗ്രോ ബാഗിൽ നട്ടിട്ടല്ല വരുന്നത്. എനിക്ക് ഓർമ്മയുണ്ട് നമ്മുടെ സ്കൂൾ കാലത്തൊക്കെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലുള്ള വയലിലൊക്കെ വേനലാകുമ്പോഴേക്കും തടം കോരിയിട്ട് ചീരയുടെ വിത്ത് ഫുള്ളായിട്ടങ്ങ് പാകിയിടാറുണ്ട്. മിക്കവാറും ചെയ്യുന്നത് കോഴി കഷ്ടം നന്നായിട്ട് ഉണക്കി പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ കുറച്ച് ചീരയുടെ വിത്തൂടെ മിക്സ് ചെയ്തിട്ട് വാരി വിതറുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം വെള്ളം കോരി ഒഴിച്ച് നനയ്ക്കും. അത് അവിടെ നിന്ന് എല്ലാം നല്ല ബെഡായിട്ട് നല്ല ചുവന്ന് തൊടുത്ത് നല്ല ഭംഗിയായിട്ട് വളർന്നിരിക്കുന്നത് നമുക്ക് കണ്ടായിട്ട് നല്ല ഓർമ്മയുണ്ട്. മിക്കവാറും രാവിലെയും വൈകുന്നേരം അവർ നനയ്ക്കാറുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഗ്രോ ബാഗിലും വീടിൻ്റെ മുകളിലൊക്കെ നട്ട് വളർത്തുമ്പോഴേക്കും ഇങ്ങനെ ബെഡിൽ ഡയറക്റ്റായിട്ട് വിതച്ചിട്ടുള്ള ടെക്നിക്കിനേക്കാളും നല്ലത് എവിടെയെങ്കിലും മുളപ്പിച്ചതിന് ശേഷം ഇളക്കി മാറ്റി നട്ട് വളർത്തുന്നതാണ്. പെട്ടെന്ന് ഗ്രോത്തും കിട്ടും, എല്ലാ ചെടികളും നല്ല ലഷായിട്ട് വരികയും ചെയ്യും, വലിയ ലീവ്സൊക്കെ കിട്ടുകയും ചെയ്യും അങ്ങനെ ചെയ്യുമ്പോഴേക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ ചീരയുടെ വിത്ത് മുളപ്പിക്കുന്ന രീതിയിലേക്ക് പോകാം. വേറൊന്നുമില്ല, വളരെ സിമ്പിൾ ടെക്നിക്കാണ്. നമ്മൾ മുമ്പ് മറ്റ് സീഡ്സൊക്കെ മുളപ്പിച്ച പോലെ തന്നെയാണ്. എന്നാലും ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചീര മുളപ്പിക്കാനായിട്ട് ഇന്ന കണ്ടെയ്നറിന് വേണമെന്നൊന്നുമില്ല. നമുക്ക് ബെഡ് കോരി തെങ്ങിൻ്റെ ചുവട്ടിലൊക്കെ മുളപ്പിക്കുക, അല്ലെങ്കിൽ ചെടിച്ചട്ടി ആയാലും മതി. ഞാനിവിടെ ഒരു ട്രേ എടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ കുറച്ച് ചീരയുടെ വിത്തിട്ട് മുളപ്പിക്കുന്നുണ്ട്. അതല്ലാതെ നമ്മൾ സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോട്രൈസ്, ഇതുപോലുള്ള പ്രോട്രൈസ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോട്രയിൽ മുളപ്പിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ ഇട്ടത് ഈ ചെറിയ ഹോളുള്ള പ്രോട്രയിലാണ്. ഞാൻ പറഞ്ഞതുപോലെ ഇതിനകത്ത് വളരെ കുറച്ച് മണ്ണ് മാത്രമേ നിൽക്കത്തുള്ളൂ. ഈ വേനലിൽ 2 പ്രാവശ്യം നനയ്ക്കാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഡ്രൈ ഔട്ടായിട്ട് സീഡ്സൊക്കെ നശിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഞാൻ ഈ വലിയ ഹോൾസുള്ള പ്രോട്രയിലാണ് മണ്ണ് നിറച്ച് ചീര വിത്തിടാൻ പോകുന്നത്. ഇളക്കി നടാനുള്ള ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ പ്രോട്രയിൽ ഇടുന്നത്. ഇതിൽ 1, 2, 3 ഒരു ചീര വിത്തായിട്ട് എന്തായാലും നമുക്ക് ഇതിനകത്ത് ഇടാൻ പറ്റില്ലല്ലോ. അപ്പോൾ കുറച്ചൊരു 5-6 ചീര വിത്ത് വീഴുന്ന രീതിയിൽ നമുക്ക് ഓരോന്നിനകത്ത് ഇടാം. എന്നിട്ട് അതിൽ നിന്നുള്ള ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള 1-2 എണ്ണം മാത്രം എടുത്ത് നടുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു പ്രോട്ര എടുക്കാം. പിന്നെ ഇതിൽ നിറയ്ക്കുന്ന പോട്ടി മിക്സർ എന്ന് പറയുമ്പോഴേക്കും നമ്മൾ നേരത്തെ പല വീഡിയോയിലും കാണിച്ച പോലെ ചകിരിച്ചോറിൻ്റെയും കമ്പോസ്റ്റിൻ്റെയും മിക്സറാണ്. ഞാനിതിൽ കുറേ കമ്പോസ്റ്റ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് ഇടാം. ഇത് നോക്കി കഴിഞ്ഞാൽ ഇതിനകത്ത് നിറയെ കട്ടകളൊക്കെ ഉണ്ട്. അതൊക്കെ നന്നായിട്ടൊന്ന് പൊടിച്ച് തന്നെ എടുക്കണം. അപ്പോൾ നോക്കിയപ്പോൾ ഈ കമ്പോസ്റ്റിനകത്താണെങ്കിൽ ഇഷ്ടംപോലെ കട്ടകളുണ്ട്, പിന്നെ ചെറിയ കല്ലുകളുണ്ട്, പിന്നെ ഇച്ചിരി ഉണങ്ങി പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇരട്ടി പൊടിക്കാനൊന്നും പറ്റുന്നില്ല. മാക്സിമം നമ്മൾ പ്രോട്രയിലേക്ക് ഇങ്ങനത്തെ സാധനം നിറയ്ക്കുമ്പോഴേക്കും ഇങ്ങനത്തെ വലിയ സാധനങ്ങൾ എടുത്ത് മാറ്റുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതിനൊന്ന് ജസ്റ്റ് അരിച്ചെടുക്കാൻ പോവുകയാണ്. സാറിന് ചെടിയുടെ ചോട്ടിലിടും പ്രശ്നമില്ല കേട്ടോ. നമ്മളിപ്പോൾ വിത്ത് മുളപ്പിക്കാൻ പ്രോട്രയിൽ ഇടുന്നതുകൊണ്ടാണ് ഇത്രയും വലിയ കട്ടയൊന്നും വേണ്ടെന്ന് പറയുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് അരിച്ചെടുത്തേക്കാം, അതാണ് സേഫ്. ഇതേ കണ്ടില്ലേ, ഇതിനകത്ത് ഇത്രയും വലിയ വലിയ കട്ടകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രോട്രയിൽ കിടന്നാൽ ശരിയാകത്തില്ല. അതുകൊണ്ടാണ് അരിച്ചെടുക്കാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മളിതേ കമ്പോസ്റ്റ് ഇത്രയും അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിനകത്ത് ഇനി ചകിരിച്ചോറാണ് ആഡ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പോലെ 50% ചകിരിച്ചോറ് 50% കമ്പോസ്റ്റ് ചേർക്കാം, അല്ലെങ്കിൽ 1:1:1. അതായത് ഒരു പാർട്ട് കമ്പോസ്റ്റ്, ഒരു പാർട്ട് ചകിരിച്ചോറ്, ഒരു പാർട്ട് നമ്മുടെ മണ്ണിടാം. അപ്പം ഞാനിപ്പോൾ ഈ പ്രിപ്പറേഷനിൽ ഏതായാലും 2 പാർട്ട് ചകിരിച്ചോറ് ഇടാൻ പോവുകയാണ്. നമ്മുടെ ഈ വലിയ പ്രോട്രയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ഈ പോട്ടി മിക്സർ നിറയും. ചിലപ്പോൾ തികഞ്ഞില്ലെന്ന് വരും. അതുകൊണ്ടാണ് 2 പാർട്ട് ചകിരിച്ചോറ് ഇടാൻ പോകുന്നത്. അപ്പോൾ ചകിരിച്ചോറ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് ചകിരിച്ചോറ് ബ്ലോക്ക് വാങ്ങിച്ചിട്ട് കഴുകി ഉണക്കിയെടുത്തതാണ്. ചകിരിച്ചോറ് നല്ല കമ്പനിയുടെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് വിശ്വസിച്ച് യൂസ് ചെയ്യാം. പക്ഷേ ചില കമ്പനികളിൽ വാങ്ങിക്കുമ്പോഴേക്കും എനിക്ക് മുമ്പ് പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് മിക്കപ്പോഴും ചകിരിച്ചോറ് വാങ്ങിക്കുമ്പോഴേക്കും ഞാൻ ഇതിനൊന്ന് 2 വെള്ളത്തിൽ കഴുകി ഉണക്കിയാണ് എടുക്കാറുള്ളത്. വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സീഡ്സൊക്കെ മുളച്ച് കിട്ടും. ഒന്ന് കഴുകിയെടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതിൽ നിന്ന് 2 പാർട്ട് ഞാൻ അതിലേക്ക് ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇതിനകത്തുള്ള ഈ വലിയ നാരുകളുണ്ടെങ്കിൽ അത് അരിച്ച് മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ വളരെ നല്ലത്. ഇപ്പോൾ എനിക്ക് സമയമില്ല, അതുകൊണ്ട് നമുക്ക് അതുകൂടെ ചേർത്ത് തന്നെ എടുക്കാം. എന്നാലും മാക്സിമം നമുക്ക് കൈകൊണ്ട് മാറ്റാൻ പറ്റുന്നത് പോലെ എടുത്ത് മാറ്റാം. ഇനി നമുക്കിതിനെ നന്നായിട്ടങ്ങ് മിക്സ് ചെയ്താൽ മാത്രം മതി. എല്ലായിടും നന്നായിട്ട് ചേരുന്ന രീതിയിൽ ഇപ്പോൾ ചകിരിച്ചോറും കമ്പോസ്റ്റോടെ മിക്സ് വെച്ചിട്ടുണ്ട്. നമുക്കിതിനെ ഇനി പ്രോട്രയിലേക്ക് നിറയ്ക്കാം. നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കിട്ടുന്ന ചകിരി നാരുകളുണ്ടോ, വലിയ നാരുകൾ, അത് എടുത്ത് മാറ്റാൻ പറ്റും, നമുക്ക് മാറ്റാം. എന്നിട്ട് ഇതിനെ പ്രോട്രയിലേക്ക് നിറയ്ക്കാം. അതിനിടയ്ക്ക് ഇതുപോലെ കല്ലൊക്കെ കിട്ടണമെങ്കിൽ മാറ്റി വയ്ക്കണേ. അപ്പോൾ
അപ്പോൾ പ്രോട്ടറിൽ മണ്ണ് നിറച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ എടുത്ത് മാറ്റാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയൊക്കെ എടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ സ്ലിപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എപ്പോഴും പ്രോട്ടറിൽ നിറയ്ക്കുമ്പോഴേക്കും വേറൊരു പ്ലാസ്റ്റിക് ട്രേ ഉണ്ടെങ്കിൽ അതിൻ്റെ മേളിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്ത് കൊണ്ടുപോകാനൊക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇതിനകത്ത് ഇപ്പോൾ മണ്ണ് ഫുള്ള് നിറച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വെയിറ്റ് ആവും. പിന്നെ വെള്ളം കൂടെ നനച്ച് കഴിഞ്ഞാൽ നല്ല വെയിറ്റ് ആവും. അപ്പോൾ എടുത്ത് മാറ്റലെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിരിക്കും. ഞാനിപ്പോൾ ഇതിനകത്ത് ഈ മിക്സർ ലൂസായിട്ടാണ് നിറയ്ക്കുന്നത്. ഒരുപാട് അമർത്തിയിട്ടൊന്നും നിറയ്ക്കുന്നില്ല, ജസ്റ്റ് ലൂസായിട്ട് നിറയ്ക്കുകയാണേ. എന്നിട്ട് ജസ്റ്റ് അതിൻ്റെ സർഫസ് ഒന്നിങ്ങനെ തടയി കഴിഞ്ഞാൽ അതിനകത്തുള്ള വലിയ പീസൊക്കെ നമുക്കിങ്ങ് മാറിക്കിട്ടും. കണ്ടില്ലേ, ഈ വലിയ പീസൊന്നും നമുക്ക് വേണ്ട, അത് മാറ്റിയാൽ മതി. ബാക്കിയുള്ളത് ഒന്ന് ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്രോട്രേ റെഡിയായി. വിത്ത് വിതയ്ക്കാനായിട്ടുള്ള പ്രോട്രേ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാം. ഇനി പ്രോട്രേലല്ലാതെ നമുക്ക് കുറച്ച് പ്ലാസ്റ്റിക് ട്രേയിലും കൂടെ വിതച്ച് വയ്ക്കാം. അതിന് വേറൊന്നുമില്ല, ജസ്റ്റ് ഈ ട്രേയിൽ കുറച്ച് പൊട്ടി മിക്സർ നിറയ്ക്കുന്ന അത്ര മാത്രമേ ഉള്ളൂ. ഇനി ഇത്രയും മിക്സർ ഞാൻ മാറ്റി വെച്ചിരിക്കണം. ഇതിൻ്റെ ഒരു യൂസാണ് ഞാൻ പറഞ്ഞുതരാം പിന്നീട്. ഇതിനൊന്ന് നന്നായിട്ട് ലെവൽ ചെയ്ത് വയ്ക്കാം, ഇല്ലെങ്കിൽ ഇതിനകത്ത് വിത്തിട്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോഴേക്കും വിത്തെല്ലാം കൂടെ ഒരു സൈഡിൽ പോയി കിടക്കും. അത് വരാതിരിക്കാനായിട്ട് ഈവനായിട്ട് ഇതിനൊന്ന് ലെവൽ ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ പോട്ടി മിക്സറൊക്കെ നിറച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വിത്തിടാം. വിത്ത് ഞാൻ വാങ്ങിച്ചേക്കുന്നത് ഇപ്രാവശ്യം ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ്, FH32 എന്ന് പറയുന്നത്. പട്ടുചീരയുടെ സീഡ്സാണ് വാങ്ങിച്ചേക്കുന്നത്. ഞങ്ങൾ നേരത്തെ കഴിഞ്ഞ ആഴ്ച ഇട്ടതൊരു നാടൻ വെറൈറ്റി ആയിരുന്നു. അതുകൊണ്ടാണ് ചിലപ്പോൾ ആ വിത്തിൻ്റെ ക്വാളിറ്റി ഉണ്ടായിരിക്കും, ചിലപ്പം അത് ഫ്ലോപ്പായി പോയത്. അപ്പോൾ ഏതായാലും ഈ ഒരു വിത്ത് പ്രാവശ്യം ഇട്ടൊക്കെയാണ് ഫാം ഹൗസിൻ്റെ പട്ടുചീര. ഓക്കെ, ഇതിന് ഏകദേശം 40 രൂപയുണ്ട്. പിന്നെ എപ്പോഴും സീഡ്സ് വാങ്ങിക്കുമ്പോഴേക്കും ഇതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കി വേണം വാങ്ങിക്കാനായിട്ട്. എത്രത്തോളം അടുത്തുള്ള പാക്കേജ് ഡേറ്റാണ് കിട്ടണമെങ്കിൽ അത്രത്തോളം നമുക്കിതിൻ്റെ ജെർമിനേഷൻ റേറ്റ് കൂടുതലായിരിക്കും. ഓക്കെ, നമുക്കിതിനെ ഇതിനകത്തേക്ക് ഇടാം. വേണമെങ്കിൽ നമുക്ക് ഈ കവറിൽ നിന്ന് ഡയറക്റ്റ് ഇടാം. ഞാനിപ്പോൾ ഒരു കപ്പിലേക്ക് മാറ്റുകയാണ്. എത്രത്തോളം വിത്തിനകത്തുണ്ടെന്ന് നമുക്ക് നോക്കണമല്ലോ. ഹൈബ്രിഡ് സീഡ്സ് ആയതുകൊണ്ട് 40 രൂപയ്ക്ക് ഇത് ഇത്ര വിത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഉള്ള വിത്തിനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനകത്തേക്ക് ഇടാം. അപ്പോൾ നമ്മൾ ഇതിനകത്ത് വിത്തിട്ടതിന് ശേഷം കുറച്ച് ഇതേ മിക്സർ അതിൻ്റെ മേളിൽ കൂടെ ഒന്ന് വിതറി കൊടുക്കും. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, കുറച്ചുകൂടെ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു സാധനം വെച്ച് ജസ്റ്റ് ഒന്ന് അമർത്തി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള സ്പേസ് കിട്ടും. കണ്ടില്ലേ, ഒരുപാട് അങ്ങ് അമർത്തി പ്രസ് ചെയ്യണ്ട കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചായിട്ട് നമ്മുടെ ചീരയുടെ വിത്തിടാം. ഒരെണ്ണത്തിനകത്തൊരു 10-20 വീഴുന്ന രീതിയിൽ അത്രയൊക്കെ നമുക്ക് ഇടാൻ പറ്റുള്ളൂ. അതിൽ കുറച്ചായിട്ട് ഇതിനകത്ത് ഇടണമെങ്കിൽ ഒരുപാട് സമയമെടുക്കും, ട്യൂസറൊക്കെ വെച്ച് ഇടേണ്ടി വരും. ഇപ്പോൾ ഒരു ആവറേജ് ഒരു 10-15-20 ഓരോന്നിനും വീഴുന്നുണ്ട്. കുറവുള്ള ഹോളുകളിൽ നമുക്ക് കുറച്ചെണ്ണം കൂടെ ഇട്ട് കൊടുക്കാം. ഇത്രയും മതി, ഒരുപാടൊന്നും ഇടണ്ട. ഇവരെല്ലാം കൂടെ നന്നായിട്ട് വളരണമെങ്കിൽ എങ്ങനെ ഇരിക്കുമെന്ന് ഞാൻ വേറൊരു ഫോട്ടോ കാണിച്ചു തരാം. അത് കുറച്ച് പഴയ സീഡ്സ് ആയിരുന്നു എൻ്റെ ഇരുന്നത്, വാങ്ങിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പോൾ ഒരുപാടെണ്ണം ജെർമിനേഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് വളരെ തിക്കായിട്ട് തന്നെ ഞാനങ്ങ് ഇത് ഇട്ടു. പക്ഷേ അവരെല്ലാവരും കിളിർത്തു. പിന്നെ അതിൽ നിന്ന് ഓരോന്നിനായിട്ട് ഇളക്കിയെടുക്കാൻ തന്നെ നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു പകുതിയോളം നമുക്ക് മിസ്സാവും. ഒന്ന് അത് ചീഞ്ഞു പോകും, രണ്ടാമത് ഇളക്കിയെടുക്കുമ്പോഴേക്കും പ്രോപ്പറായിട്ട് കിട്ടാതെയൊക്കെ നഷ്ടമാവും. അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് മാത്രം ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് സീഡ്സ് ഇട്ടാൽ മതി. എന്നിട്ട് കുറച്ച് സീഡ്സ് ഇടാനായിട്ട് മീൻ വന്ന് ഇപ്പോൾ ഉണ്ടെന്നാ എല്ലാം വിതറി ഇടണേ. അപ്പോൾ ഇതിനകത്ത് വിത്തൊക്കെ ഇട്ട് കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ ലൈറ്റായിട്ട് നമുക്ക് കുറച്ച് പോട്ടി മിക്സർ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോഴേ സീഡ്സൊക്കെ ഒന്ന് അടിയിൽ പോകാൻ വേണ്ടിയിട്ടാണ്, വേറൊന്നുമില്ല. അതിനുശേഷം ഇനി നമ്മൾ ഇതിൻ്റെ മുകളിൽ വെള്ളം തെളിച്ചിട്ട് ഒരു ദിവസം നമ്മൾ ഷെയ്ഡിൽ വെച്ചേക്കും. കിളിർത്ത് വരുന്നതിനനുസരിച്ച് ഗ്രാജുവലി മാത്രം ലൈറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഡയറക്റ്റായിട്ട് വെയിലത്തൊന്നും കൊണ്ട് വയ്ക്കേണ്ട. ഇതുപോലെ തന്നെ നമ്മൾ പ്രോട്രയിലിട്ടതിൻ്റെ മുകളിലും കുറച്ച് ഇതേ മിക്സർ തന്നെ ഇട്ട് കൊടുക്കുകയാണ്. നമ്മളിങ്ങനെ മണ്ണൊക്കെ ട്രെയിലിട്ട് വെച്ചേക്കുന്ന കാണുമ്പോഴേക്കും ചക്കിക്ക് ഭയങ്കര ആവേശമാണ്.
അപ്പോൾ നമ്മൾ ചീര വിത്തൊക്കെ വിതച്ച് കഴിഞ്ഞു. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചീര വിത്ത് ഇട്ടിട്ട് നമ്മളങ്ങോട്ട് പോകുമ്പോഴേക്കും ബാക്കിൽ നിന്ന് ഉറുമ്പ് വന്നവരൊക്കെ എടുത്തുകൊണ്ട് പോകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരുമ്പോഴേക്കും ഒന്നുകിൽ നമുക്കിതിനെ ഉറുമ്പ് കയറാത്ത രീതിയിൽ ഈ ട്രേയിൽ വെള്ളം ഒഴിച്ചതിന് ശേഷം വയ്ക്കാം. ഇതിപ്പോൾ ഹോളില്ലാത്ത ട്രേ ആണ്. അപ്പോൾ ഇങ്ങനത്തെ ട്രേ ഉണ്ടെങ്കിൽ ഇതുപോലെ ട്രേക്കകത്ത് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. അപ്പോൾ ഈ പോട്ട് മിക്സർ നനയുകയും ചെയ്യും, ഇതിനകത്ത് വെള്ളം കെട്ടി നിൽക്കുകയും ചെയ്യും. ഇല്ലെങ്കിൽ കുറച്ചുകൂടെ വലിയൊരു ട്രേക്കകത്ത് വെള്ളം നിറച്ചതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് ഇറക്കി വയ്ക്കാം. നമ്മൾ നേരത്തെ പോട്ട് മിക്സർ മിക്സ് ചെയ്ത ട്രേ ഇല്ലേ, അതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഈ ട്രേ അതിനകത്തേക്ക് ഇറക്കി വയ്ക്കാം. അതും അല്ലെങ്കിൽ കുറച്ച് അരിപ്പൊടിയോ റവയോ ഇതിന് ചുറ്റും വിധിച്ചു കൊടുത്താൽ മതി. ഉറുമ്പ് ചീര വിത്തെടുക്കാൻ വരുമ്പോഴേക്കും ഈ റവയും അരിപ്പൊടിയും കണ്ടിട്ട് അവർ അതിനെ എടുത്തുകൊണ്ടങ്ങ് പൊയ്ക്കോളും. മാക്സിമം ഒരു 24-30 മണിക്കൂർ കൊണ്ട് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന അത്രയും ക്വാണ്ടിറ്റി അരിപ്പൊടി ഇടണം. അത്രയും അരിപ്പൊടി എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ ചീരയൊക്കെ മുളച്ചിട്ടുണ്ടാവും. ചീര മുളച്ച് കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പൊന്നും എടുക്കത്തില്ല. അതുമല്ലെങ്കിൽ കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ചുറ്റും ഇട്ട് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ. നമുക്കിതിനകത്ത് വെള്ളം നനച്ചിട്ട് ഇതിനെടുത്ത് എവിടെയെങ്കിലും കൊണ്ട് വെച്ചാൽ മതി. ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നന എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ കൊടുക്കണം. നമ്മുടെ പോട്ട് മിക്സർ ഉണ്ടല്ലോ, ഒരു പുട്ടുപൊടിയുടെ വരുമായിരുന്നു. അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് സോക്ക് ചെയ്യുന്ന രീതിയിൽ വേണം ആദ്യത്തെ നന കൊടുക്കാനായിട്ട്. ഇനി രണ്ടാമത് നാളെ രാവിലെ വൈകുന്നേരമൊക്കെ ചെയ്യുമ്പോഴേക്കും ജസ്റ്റ് ഇതിൻ്റെ ഡ്രൈനെസ് നോക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്താൽ മതി. ഒരിക്കലും പോട്ട് മിക്സർ ഡ്രൈ ആയി പോകാൻ വിടരുത്. കഴിഞ്ഞ പ്രാവശ്യം പണി കിട്ടിയാൽ ഒരു കാര്യം ഞാൻ അതാണ് സംശയിക്കുന്നത്, പോട്ട് മിക്സർ ഇടയ്ക്ക് ഡ്രൈ ആയി പോയിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ചീര വിത്ത് 2 ടൈപ്പ് കിട്ടും, പച്ചയും ചുവപ്പും. ഇതിൽ ചുവന്ന ചീരയ്ക്ക് ഇലപ്പുള്ളി രോഗം വരാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് മിക്സറും വിത്തുകൾ വാങ്ങിക്കുമ്പോഴേക്കും അതിനകത്ത് ചിലപ്പോൾ കുറച്ച് ഒരു 5-6% പച്ച ചീരയുടെ വിത്തൂടെ കയറ്റി വിടാറുണ്ട്. അതാണ് നമ്മളിങ്ങനെ ബെഡിലൊക്കെ പോകുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് ഓരോ പച്ച ചീര ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന കാണുന്നത്. അത് മിസ്റ്റേക്കൊന്നുമല്ല, അവർ അതിനോട് ചേർത്ത് വിടുന്നതാണ്. പച്ച ചീരയ്ക്ക് ഇലപ്പുള്ളി രോഗത്തെ പ്രതിരോധിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഇവ രണ്ടുപേരും ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ ചുവന്ന ചീരയും കുറച്ച് പ്രൊട്ടക്റ്റഡ് ആയിരിക്കും. അതുകൊണ്ടാണ് അവർ പച്ച ചീരയുടെ വിത്തൂടെ മിക്സ് ചെയ്ത് വിടുന്നത്. പിന്നെ ഇതിനകത്ത് ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു ഇഷ്യൂ ഇലചുരുട്ടി പുഴുവാണ്. ഇലചുരുട്ടി പുഴുവിനെ കണ്ട മാത്രമേ എടുത്ത് തന്നെ കളയാം. അതല്ലെങ്കിൽ പുഴുവിനെ നിയന്ത്രിക്കാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ നേരത്തെയുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതിലേതെങ്കിലുമൊക്കെ ഒന്ന് അപ്ലൈ ചെയ്യാം. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ജലസേചനം നടത്തണം. നമ്മൾ ഗ്രോ ബാഗിൽ ഇളക്കി നടന്നുകൊണ്ട് നമുക്ക് ഇലയുടെ മേളിൽ വീഴാതെ ഈ ചീരയുടെ ചോട്ടിൽ വെള്ളം ഒഴിക്കാൻ ശ്രമിക്കുക. ഇലയിൽ വെള്ളം വീഴുമ്പോഴാണ് ഇലപ്പുള്ളി രോഗങ്ങൾ വരാനുള്ള സാധ്യത കൂടുന്നത്. അതുപോലെ തന്നെ ഫംഗസ് ഇഷ്യൂസൊക്കെ വരാറുണ്ട്. എപ്പോഴും ചീര നനയ്ക്കുമ്പോഴേക്കും മാക്സിമം ആ മണ്ണിലേക്ക് മാത്രം വെള്ളം ഒഴിച്ച് നനയ്ക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുമ്പോഴേക്കും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കും. വേറെ മെയിൻ്റനൻസ് ഒന്നുമില്ല. ഇളക്കി നടുമ്പോഴേക്കും ഇതിന് കുറച്ച് വളമൊക്കെ ചേർത്തുള്ള മണ്ണാണ് ഇടേണ്ടത്. അപ്പോൾ ഈ ചീര മുളച്ച് വലുതായി ഇളക്കി നടുമ്പോഴേക്കും ഞാൻ വേറൊരു വീഡിയോ ചെയ്യുമ്പോഴേക്കും അതിനകത്ത് ആ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ കുറച്ച് ഹൈബ്രിഡ് ചീരയുടെ വിത്ത് വാങ്ങിച്ചത് പ്രോ ട്രെയിലും വേറൊരു ട്രെയിലോട്ട് വിതച്ച് വെച്ചിട്ടുണ്ട്. 2-3 ദിവസത്തിനകത്ത് ഇവർ കിളിർത്ത് വരും. നമുക്കറിയാമല്ലോ, വളരെ പെട്ടെന്ന് തന്നെ കിളിർത്ത് വരുന്നൊരു വിത്താണ് ചീരയുടെ വിത്ത്. അപ്പോൾ ഈ പ്രോ ട്രെയിൽ നിന്ന് കുറച്ച് സൈസ് വരുന്നത് ഏകദേശം ഒരു 2 ഇഞ്ച് 3 ഇഞ്ച് ഹൈറ്റ് വരുന്നവരെ നമ്മൾ ഇതിൽ തന്നെ നിർത്തിക്കുക. അതിന് ശേഷമാണ് ഇതിനെ ഇളക്കി നടാൻ പോകുന്നത്. ഇളക്കി നടുന്നത് ഗ്രോ ബാഗിലേക്കാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെടിച്ചട്ടിയിലോ അല്ലെങ്കിൽ തറയിൽ തന്നെ വാരം വെട്ടിയിട്ട്, അതായത് ചാല് പോലെ നീട്ടത്തിന് വെട്ടിയിട്ട് അതിൻ്റെ മുകളിലൊക്കെ നട്ടു വയ്ക്കുക. തെങ്ങിൻ തടത്തിലൊക്കെ വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. നല്ല വെയിലുണ്ടെങ്കിലും ഒരു പാർഷ്യൽ ഷെയ്ഡ് ഉണ്ടെങ്കിലും ചീര നന്നായിട്ട് വരും. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിന് 2-3 ആഴ്ച കഴിയുമ്പോഴേക്കും അറിയാൻ പറ്റുന്നത് എങ്ങനെയാണ് എൻ്റെ വരവെന്നുള്ളത്. അതിനുശേഷം നമ്മളിത് നന്നായിട്ട് വരണമെങ്കിൽ ഇളക്കി നടന്ന വീഡിയോ ചെയ്യാം. ആ സമയത്ത് ഇതിൻ്റെ പരിചരണവും മറ്റു കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞുതരാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. കൂടാതെ കൃഷിയെ സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകളും പുതിയ കൃഷി വിശേഷങ്ങളുമായി ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.